ഒരു പുസ്തകപ്രേമിയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിലെ ഒരു ചാപ്റ്ററാണ് കണ്ണീരിൽ മുങ്ങി എന്ന് പറഞ്ഞിട്ട്. ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ് ആദ്യമായിട്ട് വായിക്കുന്ന ഒരു ഫീല് ആണ് ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ് ഒക്കെ ഇറങ്ങുന്നത്. ആൻഡ് ആ ഒരു സമയത്ത് അത് വായിച്ച ഒട്ടുമിക്ക കുട്ടികളുടെയും മനസ്സിൽ കടന്നു വന്നിട്ടുള്ള ഇമോഷൻസ് ഭയങ്കര വീക്കാണ്, അല്ലെങ്കിൽ ഭയങ്കര ലോ ആണ്. ഐ ടു ഹാഡ് എ ലവ് സ്റ്റോറിയൊക്കെ ആ സമയത്ത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നാണ് വായിക്കുന്നത്. അപ്പം ആ ഒരു ഫീലും ഭയങ്കര ഡീപ്പ് ആൻഡ് ഒരുമാതിരി ഹെവി ഹാർട്ടഡ് ഫീലായിരുന്നു. അപ്പം ഐ റീഡ് ഔട്ട് കണ്ണീരിൽ മുങ്ങി. ഒരിക്കൽ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും ദി ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ് എന്ന പുസ്തകം കിട്ടി. നീലയും കറുപ്പും വെളുപ്പുമുള്ള ഒരു അതിമനോഹരമായ പുറംചട്ടയായിരുന്നു ആ പുസ്തകത്തിൻ്റേത്. കൊയ്സോറ എന്ന ഒരു ജാപ്പനീസ് സിനിമ കണ്ടതിന് ശേഷം എനിക്ക് ആകാശത്തെ ഭയങ്കര ഇഷ്ടമാണ്. ആ വാക്കിൻ്റെ അർത്ഥം സ്നേഹത്തിൻ്റെ ആകാശമെന്നോ മറ്റോ ആണ്. ഇതുവരെ ഞാൻ ശ്രദ്ധിക്കാതിരുന്ന ആകാശത്തെ സ്നേഹത്തോടെ നോക്കാനും കാർമേഘങ്ങളിൽ ഒളിച്ചിരിക്കുന്ന പല രഹസ്യങ്ങളും നോക്കിക്കാണാനും ഈ സിനിമ എന്നെ പഠിപ്പിച്ചു. കയ്യിൽ കിട്ടിയ പുസ്തകത്തിൻ്റെ പുറംതാളിൽ 2 മേഘങ്ങളുണ്ടായിരുന്നു എന്നതും ഈ പുസ്തകം വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. വായിക്കാൻ ഓരോരോ കാരണങ്ങൾ, അത്രയുള്ളൂ. ജോൺ ഗ്രീൻ എന്ന എഴുത്തുകാരനെ ഞാൻ അറിയുന്നത് ഈ പുസ്തകത്തിലൂടെയാണ്. അക്കൊല്ലം പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ നോവലായിരുന്നു അത്. ക്യാൻസർ രോഗികളായ ഹേസൽ ഗ്രേസിൻ്റെയും അഗസ്റ്റസ് വാട്ടേഴ്സിൻ്റെയും കഥ. ഒരാൾക്ക് 16 വയസ്സും മറ്റേയാൾക്ക് 17 വയസ്സും. പുസ്തകപ്രേമികളായ 2 പേർ തമ്മിൽ ചേർന്നാൽ എന്ത് രസമായിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇരുവരുടെയും പ്രിയപ്പെട്ട നോവലുകൾ പരസ്പരം വായിക്കുന്ന അവരിൽ വിടരുന്ന ആത്മബന്ധം എന്നെ ഏറെ സന്തോഷിപ്പിച്ചു. അവരുടെ യാത്ര ഭയങ്കര വ്യത്യസ്തമായി തോന്നി. നാളെയെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ലാതിരുന്നിട്ടും ഉള്ള ദിവസങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ചിലവഴിച്ച അവർ വേഗത്തിൽ തന്നെ എൻ്റെ ഹൃദയത്തിൽ കയറിക്കൂടി. ഞാൻ ഏറെ വേദനയോടെ വായിച്ചു തീർത്ത ഒരു പുസ്തകമായിരുന്നു അത്. എന്നെ ഏറ്റവും അധികം കരയിപ്പിച്ച പുസ്തകങ്ങളിലൊന്നും. ഈ ലോകത്ത് വേദനിക്കുന്നത് ഒഴിവാക്കാനാവാത്തതാണ്, പക്ഷേ വേദനിപ്പിക്കാൻ ആരെ അനുവദിക്കണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം എന്ന് പറയുന്ന അഗസ്റ്റസിൻ്റെ അവസാനത്തെ കത്തിലെ സന്ദേശം എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. പുസ്തകം അടച്ചു വെച്ച് കുറേ നേരം കരഞ്ഞു. എത്രയോ തരത്തിലുള്ള ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ള പലരും ജീവിക്കുന്നതല്ലേ. ആ അവസ്ഥയിലും അവർ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു. എല്ലാം ഉണ്ടായിട്ടും പലപ്പോഴും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് ഏറെ സങ്കടകരമായ അവസ്ഥയാണ്. നമ്മളിൽ അത്യാഗ്രഹമുണ്ടായിട്ടാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്നത് ഇന്നും എനിക്കുള്ള ഒരു സംശയമാണ്. ഈ പുസ്തകം വായിച്ചതിന് ശേഷം കുറച്ച് നാളത്തേക്ക് ഞാൻ ഒന്നും വായിച്ചില്ല. കഥയും കഥാപാത്രങ്ങളും എന്നെ ആഴത്തിൽ ബാധിച്ചു എന്ന് തന്നെ പറയാം. എവിടെ നോക്കിയാലും എനിക്ക് അവരെയൊക്കെ കാണാൻ കഴിഞ്ഞു. അടുപ്പമുണ്ടായിരുന്ന ആരോ, ഒപ്പമുണ്ടായിരുന്ന ആരോ, ഏറ്റവും പ്രിയപ്പെട്ട ആരോ വേർപിരിഞ്ഞ സന്താപം എൻ്റെ മനസ്സിനെയും ശരീരത്തെയും തളർത്തി. ഇതിൽ നിന്ന് കരകയറാൻ ഞാൻ പലതും ചെയ്തു. ഇനി സങ്കടമുള്ള കഥകൾ വായിക്കില്ല എന്ന് വരെ ദൃഢനിശ്ചയം ചെയ്തു. ഒരു കഥ വായിച്ചിട്ട് ഇത്രയൊക്കെ വികാരങ്ങൾ വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. പക്ഷെ ഉത്തരം കിട്ടിയില്ല. എന്നെപ്പോലെ പുസ്തകഭ്രാന്തുള്ള ഒരു കുട്ടി അപ്പുറത്തെ ക്ലാസ്സിലും ഉണ്ടായിരുന്നു. പേര് സൂസന്ന. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കുട്ടിയെ ഞാൻ കണ്ടുമുട്ടി. എൻ്റെ അതേ അവസ്ഥ. അവളും ഇതേ കഥയിൽ മുഴുകി ജീവിക്കുകയായിരുന്നു. ഞങ്ങൾ 2 പേരും ചേർന്നിരുന്ന് കുറേ സങ്കടപ്പെട്ടു. പണ്ട് പെരുമ്പടവം പറഞ്ഞതുപോലെ 2 സങ്കടങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ ദിവ്യമായ ഒരു നിമിഷമായിരുന്നു അത്. എവിടെയോ ഇരിക്കുന്ന എഴുത്തുകാരൻ നെയ്തു തീർത്ത കഥയും കഥാപാത്രങ്ങളും മറ്റെവിടെയോ ഇരുന്ന് വായിച്ച ഞങ്ങളുടെ മനസ്സിലേക്ക് ഒരു മായാജാലക്കാരൻ്റെ മാന്ത്രിക വിദ്യ പോലെ കയറ്റിവിട്ട ആ മനുഷ്യൻ്റെ എഴുത്തിൻ്റെ ചെപ്പടി വിദ്യയെ അംഗീകരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ലുക്കിംഗ് ഫോർ അലാസ്ക തുടങ്ങി അദ്ദേഹത്തിൻ്റെ അക്കാലത്ത് കിട്ടാവുന്ന എല്ലാ പുസ്തകങ്ങളും ഞങ്ങൾ തപ്പിപ്പിടിച്ച് വായിച്ചു തീർത്തു. വായന അപ്പോഴേക്കും ഒരുതരം ഭ്രാന്തായി മാറിയിരുന്നു.